കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പാർട്ട് ടൈം മന്ത്രിയാണോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം നേതാവാണോ? മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് അദ്ദേഹം ബില്ലുകൾ സഭകളിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് പ്രതിപക്ഷ നേതാക്കളാണ്. രാഹുൽ ഗാന്ധി അടക്കം അമിത്ഷായെ കണ്ടവരുണ്ടോ? അമിത്ഷാ എവിടെ പോയി? തൻ്റെ മുഖത്ത് നോക്കാൻ അമിത്ഷായ്ക്ക് എന്തേ ഭയമാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപും രാഹുൽ ഗാന്ധി പലവട്ടം ചോദിച്ചിരുന്നു. അമിത്ഷാ എന്തുകൊണ്ട് പാർലമെന്റിന്റെ സഭകളിൽ എത്തുന്നില്ല? അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ്, സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് അമിത്ഷാ തന്നെയാണ് മറുപടി പറയേണ്ടത്. വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറുപടി പറയാം. അമിത്ഷായെ ആക്രമിച്ച്, ഫോക്കസ് ചെയ്ത് ആക്രമിച്ച് ഒതുക്കി അതുവഴി മോദിയിലേക്ക് എത്താനുള്ള ചില ആളുകളുടെ ശ്രമമാണ് ഈ അമിത്ഷായ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഇത്തരം ചില വാഗ്വാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, അദ്ദേഹത്തെ കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും അമിത്ഷാ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യം തീർച്ചയായിട്ടും നമ്മളും ചോദിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുന്നു? അദ്ദേഹം ഈ വിഷയത്തിൽ, ഈ CJP സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിലൊന്നും കൃത്യമായ ഒരു മറുപടി കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നൽകാത്തത് എന്തേ? ഇതിനു മുൻപ് പല സംഭവവികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായപ്പോഴൊക്കെ തന്നെ കൃത്യമായി പ്രതികരിച്ചിരുന്നു, കൃത്യമായി മറുപടിയും അമിത്ഷാ നൽകിയിരുന്നു. ഏത് വിഷയത്തിലും നേരത്തെ ഡൽഹിയിൽ ഉണ്ടായ കലാപ ശ്രമത്തിൻ്റെ ഭാഗത്തും ആ സമയത്തും ഒക്കെ തന്നെ കൃത്യമായ മറുപടി അമിത്ഷാ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അമിത്ഷാ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും ചോദിക്കുകയാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എവിടെ? മറുപടി എന്തുകൊണ്ട് പറയുന്നില്ല? പ്രധാനമന്ത്രി പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നില്ല? നടപടിക്രമങ്ങളുമായി, അതായത് CJP സമരവും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും വ്യക്തമായൊരു ഉത്തരം ഇദ്ദേഹം നൽകാത്തതെന്ത് എന്നുള്ള ഒരു സാമാന്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ബിൽ ഫാക്ടറി, പാർട്ട് ടൈം നേതാവ് തുടങ്ങിയ വിമർശന ശരങ്ങളുമായിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ എത്തിയത്. ആഭ്യന്തരമന്ത്രി പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടെങ്കിലും സഭയ്ക്കുള്ളിൽ മാത്രം അദ്ദേഹത്തെ കാണുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ പരിഹാസം ഈ ഡൽഹിയിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെയും വിമർശനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വിവിധ സന്ദർഭങ്ങളിലേക്ക് ഇത് ചെന്നെത്തുകയാണ്. അമിത്ഷാ എവിടെ പോയി മറഞ്ഞു എന്നെഴുതിയ വലിയ ബാനറുകളുമായി പ്രതിപക്ഷ MP-മാർ പാർലമെന്റ് വളപ്പിൽ ഒത്തുകൂടി പ്രതിഷേധിച്ചു. അതുപോലെ രാമക്ഷേത്ര നിർമ്മാണത്തിലുള്ള സംഭാവന മോഷ്ടിക്കപ്പെട്ടു എന്നാരോപിച്ച് പ്രതിപക്ഷം മകർദ്വാറിന് മുന്നിൽ ഭണ്ണാരപ്പെട്ടികൾ നിരത്തി പ്രതിഷേധിച്ചു. സഭയ്ക്കുള്ളിൽ ബില്ലുകൾ പാസാക്കുന്ന തിരക്കിലാണ് ഭരണപക്ഷം. 3 മിനിറ്റ് കൊണ്ട് ടാക്സേഷൻ ബില്ലും 5 മിനിറ്റ് കൊണ്ട് ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ചർച്ചയില്ലാതെ പാസാക്കിയെടുക്കുന്ന സഭയെ ബിൽ നിർമ്മാണ ഫാക്ടറി എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. 3 മിനിറ്റിനുള്ളിൽ ബില്ലുകൾ പാസാക്കുന്ന വിധിയെ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് MP-യും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദവുമായ ഡെറിക് ഒബ്രിയൻ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇത്തരത്തിൽ ഇദ്ദേഹം മൗനം പാലിക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യം. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇദ്ദേഹം മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ വിഷയത്തിൽ ഒന്നും തന്നെ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നാൽ അദ്ദേഹം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അദ്ദേഹം ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങുകളാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഈ പ്രതിപക്ഷത്തെ, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ശരങ്ങളെ, ഈ CJP സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ തന്നെ ഭാവിയിൽ എങ്ങനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഗഹനമായ ചിന്തയിലായിരിക്കും അമിത്ഷാ എന്ന് പറയുന്നവരുമുണ്ട്. എന്തൊക്കെയായാലും ശരി, അദ്ദേഹം ഈ വിഷയത്തിൽ വൈകാതെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷത്തിന് എറിയാൻ വടി കൊടുക്കുകയാണോ, അതോ ഈ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയോ എന്തെങ്കിലും ഒരു പ്ലാനോ ഒരു പദ്ധതിയോ ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്താണ് അമിത്ഷാ ചിന്തിച്ചു കൂട്ടുന്നത്, അമിത്ഷാ എന്തേ മിണ്ടാതിരിക്കുന്നത്? അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളും കാണും. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോവുകയാണ്.